പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ വടക്കൻ പറവൂർ സെന്റ് തോമസ് കോട്ടയ്ക്കാവ് ഫെറോന പള്ളിയിൽ മാർ തോമസ് ലീഹായുടെ 1952 ദുഖ്റാന തിരുനാളിനെ കൊടികയറി. എറണാകുളം അങ്കമാലി അതിരൂപത വികാരി ജനറൽ ഫാദർ ആന്റണി പെരുമായൻ കൊടിയേറ്റി. തുടർന്ന് വികാരി ഫാദർ ജോസ് പുതിയടത്ത് മുഖ്യ കാർമ്മികനായി. ദിവ്യബലിയും നൊവേനയും നടന്നു. ജൂലൈ 3 ബുധനാഴ്ചയാണ് പ്രധാന തിരുനാൾ ദിനം. രാവിലെ 9 സമൂഹ മാമോദീസ, തുടർന്ന് ദിവ്യബലി, പ്രദക്ഷിണം, നേർച്ച സദ്യ, ആശീർവാദം. സഹവികാരി ഫാദർ സുജിത് കോവേലി, ജനറൽ കൺവീനർ ബിനോയ് സ്രാമ്പിക്കൽ, കൈക്കാരൻ ജിസ്മോൻ മേച്ചേരി, വൈസ് ചെയർമാൻ ബോസ്കോ പയ്യപ്പള്ളി എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നു. സ്നേഹമുള്ളവരെ, നല്ല ഓർമ്മകൾ പുതുക്കാനും അതോടൊപ്പം തന്നെ തിരുനാളുകൾ പങ്കുകൊള്ളുവാനും അവസരം കിട്ടത്തക്ക രീതിയിൽ ഇവിടെ വരാൻ അവസരം നൽകുമെന്ന് വിചാരിച്ചുകൊണ്ട് കമ്മിറ്റിക്കാരോടും ഇടവക സമൂഹത്തോടും എൻ്റെ ഹൃദയത്തോട് നന്ദി അറിയിക്കുന്നു. കോട്ടയ്ക്കാവ് ഭാഗ്യം കഴിഞ്ഞ നാടാണെന്ന് നമുക്കറിയാം. എൻ്റെ കർത്താവിൻ്റെ ദൈവമേ എന്ന് പ്രഘോഷിച്ചുകൊണ്ട് യേശുവിൻ്റെ ഉയർപ്പിൻ്റെ സ്ഥിരീകരണവും യേശു ദൈവമാണെന്നുള്ള പ്രഖ്യാപനം നടത്തി ആ സ്ത്രീകൾ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഭൂമിയിൽ മണ്ണിൽ വന്ന് ആദ്യം അവിടുത്തെ സ്വീകരിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മുടെ ജീവിതം. തീർച്ചയായിട്ടും യേശു ഇതിനായി എന്നും യേശു ദൈവമാണ് എന്നും പ്രവർത്തിക്കുന്ന തരത്തിലുള്ളതാകട്ടെ ഈ തിരുനാള് നമ്മുടെ ഇടവകയുടെ കൂട്ടായ്മയ്ക്ക്, ദൈവത്തിൻ്റെ മഹത്വത്തിന്, നമ്മുടെ വിശുദ്ധീകരണത്തിന്, കൂട്ടത്തിൽ നമ്മുടെ ഭൗതിക കാര്യങ്ങൾക്കൊക്കെ ഇടയാകട്ടെ എന്ന് പ്രത്യേകിച്ച് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തിരുനാളിൻ്റെ മക്കളങ്ങൾ എല്ലാവർക്കും സ്നേഹത്തോടെ നേരുന്നു. പ്രിയപ്പെട്ടവരെ, പറവൂർ കോട്ടക്കാവ് പള്ളിയിൽ മാർ തോമസ് ലീഹായുടെ 1952 ദുഖ്റാന തിരുനാൾ ജൂലൈ മാസം 3 സാർവത്രിക സഭയോട് ചേർന്ന് ആഘോഷിക്കപ്പെടുകയാണ്. അതിൻ്റെ വളരെ വ്യാപ്തമായ ഒരുക്കങ്ങൾ ഈ ഇടവകയിൽ വിവിധ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ടു വരികയുമാണ്. നിങ്ങളെ എല്ലാവരെയും മാർ തോമസ് ലീഹായുടെ ഈ ദുഖ്റാന തിരുനാളിലേക്ക് സ്നേഹപൂർവ്വം വികാരി എന്നുള്ള നിലയിൽ ഞാൻ സ്വാഗതം ചെയ്യുകയും ഇവിടുത്തെ തിരുക്കർമ്മങ്ങളിലും നേർച്ചസദ്യയിലുമെല്ലാം പങ്കുചേർന്ന് വിശുദ്ധൻ്റെ മാധ്യസ്ഥം വഴി ദൈവാനുഗ്രഹം പ്രാപിക്കുവാൻ ഏവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയും ചെയ്യുന്നു. മാർ തോമസ് ലീഹായുടെ ദുഖ്റാന തിരുനാളിന് ഒരുക്കമായിട്ടുള്ള കൊടികയറ്റം 1 തിങ്കളാഴ്ച വൈകിട്ട് 5:30 മണിക്ക് മോൺസിഞ്ഞോർ ആന്റണി പെരുമായൻ, എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വികാരി ജനറൽ നടത്തുന്നതായിരിക്കും. അതേ തുടർന്ന് ആഘോഷമായ ദിവ്യബലിയും വിശുദ്ധൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥം തേടിയുള്ള നവനാൾ പ്രാർത്ഥനയും ഉണ്ടായിരിക്കും. 2 ചൊവ്വാഴ്ച വൈകുന്നേരവും വേസ്പര ദിനമാണ്. അന്നേ ദിവസം വൈകിട്ട് 5:30 മണിക്ക് വിശുദ്ധ കുർബാനയും തുടർന്ന് വിശുദ്ധൻ്റെ സ്തുതിക്കായുള്ള ലതീഞ്ഞ പ്രാർത്ഥനയും ഉണ്ടായിരിക്കുന്നതാണ്. 3 ദുഖ്റാന തിരുനാൾ ദിനമായ ബുധനാഴ്ച രാവിലെ 5:30 മണിക്ക് ദിവ്യബലിയുണ്ട്. ആഘോഷമായ തിരുനാൾ കുർബാന രാവിലെ 9:30 മണിക്കാണ് അർപ്പിക്കപ്പെടുക.
അതിൻ്റെ മുഖ്യ കാർമ്മികനായി എത്തുന്നത് ഇടവകയുടെ മുൻ വികാരി കൂടിയായ ബഹുമാനപ്പെട്ട പോൾ മനയമ്പള്ളി അച്ഛനാണ്. ബഹുമാനപ്പെട്ട ജിമ്മി പൂച്ചക്കാട്ടച്ഛനാണ് വിശുദ്ധ കുർബാന മധ്യേ വചന സന്ദേശം നൽകുന്നത്. എന്നാൽ ഈ തിരുനാൾ കുർബാനയ്ക്ക് മുമ്പായി 9 മണിക്ക് മാർത്തോമാ ശ്ലീഹ പറവൂർ കോട്ടക്കാവിൽ വന്ന് സ്ഥാപിച്ചതായ ദേവാലയത്തിനടുത്തുള്ള തീർത്ഥക്കുളത്തിൽ മാർത്തോമാ ശ്ലീഹ വിശ്വാസികൾക്ക് മാമോദിസ നൽകിയ കുളത്തിൻ്റെ കരയിൽ വെച്ച് എല്ലാ വിശ്വാസികളുടെയും മാമോദിസാവൃത നവീകരണം നടത്തപ്പെടുന്ന ഭക്തിസാന്ദ്രമായ തിരുക്കർമ്മം ഉണ്ടെന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. എല്ലാ വിശ്വാസികൾക്കും ആ തീർത്ഥക്കുളത്തിൻ്റെ അടുത്ത് വന്ന് അവരുടെ മാമോദിസാവൃതങ്ങൾ നവീകരിക്കാനും ദൈവകൃപയാൽ നിറയാനുമുള്ള ഒരു അവസരം കൂടിയാണ് ഈ ജ്ഞാനസ്നാന നവീകരണ കർമ്മം. അതിലേക്കും തുടർന്നുള്ള മറ്റെല്ലാ തിരുക്കർമ്മങ്ങളിലേക്കും നിങ്ങളേവരെയും ദേശവാസികളായ എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈ തിരുക്കർമ്മങ്ങളിലും മറ്റെല്ലാ പരിപാടികളിലും പങ്കുചേർന്ന് ദൈവത്തിൻ്റെ കൃപയാൽ നിറഞ്ഞ് സന്തോഷത്തോടെ ജീവിക്കാൻ എല്ലാവർക്കും വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ മാധ്യസ്ഥം വഴി ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാർത്തോമാ ശ്ലീഹായ സ്ഥാപിതമായ ദേവാലയമാണ് പറവൂർ കോട്ടക്കാവ് ദേവാലയം. AD 52 മാർത്തോമാ ശ്ലീഹ സ്ഥാപിച്ചതായ പ്രഥമ ദേവാലയ സ്ഥാനത്ത് ഇന്നും പഴയ ദേവാലയം കുടികൊള്ളുന്നു. ആ ദേവാലയത്തിലാണ് മാർത്തോമാ ശ്ലീഹ ഇവിടെ സ്ഥാപിച്ചതായ കരിങ്കല്ലിൽ കൊത്തിയ കുരിശ് രൂപം കുരിശ് സൂക്ഷിച്ചിട്ടുള്ളത്.